ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മെൽക്കോ മൈ ഹോം, വട്ടുള്ളി, പട്ടാമ്പി, ഒറ്റപ്പാലം, അഞ്ചർപ്പുളശ്ശേരി. സുസ്ഥിര ത്രിതല വികസന പദ്ധതി ജനപങ്കാളിത്തത്തോടുകൂടി കൂടുതൽ ഊർജ്ജസ്വലമായി നടപ്പാക്കുമെന്ന് മന്ത്രി MB രാജേഷ്. സുസ്ഥിര ത്രിതല മോഡൽ വികസന പദ്ധതി ജില്ലയിൽ ആകമാനം നടപ്പാക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി സൂചിപ്പിച്ചു. കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കിയ സുസ്ഥിര തൃത്താല വികസന പദ്ധതി പ്രവർത്തനങ്ങളും കൂടുതൽ ഭാവി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതും സംബന്ധിച്ച് വിശദീകരിക്കാനാണ് തൃത്താല MLA കൂടിയായ മന്ത്രി MB രാജേഷ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. രൂക്ഷമായ കുടിവെള്ള പ്രശ്നം, കാർഷിക മേഖലയിലെ തകർച്ചയടക്കമുള്ള പ്രശ്നങ്ങൾ മണ്ഡലത്തിലുണ്ട്. സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാട് മുൻനിർത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. കൃഷി സംരക്ഷണം, ജലസംരക്ഷണം, മണ്ണ്, ആരോഗ്യം, വിദ്യാഭ്യാസം, ശുചിത്വം എന്നിവയാണ് പദ്ധതിയിലുള്ളത്. ഇതിൽ ജലസംരക്ഷണം, കാർഷിക മേഖല എന്നിവയാണ് പ്രധാനമായി നൽകിയിരിക്കുന്നത്. 30 വകുപ്പുകളുടെ ഏകോപനത്തിൽ 17 ഇനം കാര്യങ്ങളാണ് മണ്ഡലത്തിൽ ഇതിനകം കൈവരിച്ചിരിക്കുന്നത്. സുസ്ഥിര ത്രിതല വികസന പദ്ധതി ജനപങ്കാളിത്തത്തോടുകൂടി കൂടുതൽ ഊർജ്ജസ്വലമായി നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് 6 കോടി ലിറ്റർ മഴവെള്ളം ഇപ്പോൾ സംഭരിക്കാൻ കഴിയും. ഒറ്റ ദിവസം കൊണ്ടാണ്, ഒരു ദിവസത്തെ മഴയിൽ. ഇപ്പോൾ ഒരു 100 ദിവസത്തെ മഴ കിട്ടിയാൽ അത്രയും വെള്ളം സംഭരിക്കാൻ, അത് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഈ 3 വർഷം കൊണ്ട്. അതിൻ്റെ ഫലമാണ് നിരീക്ഷണ കിണറിൽ 2020 ജനുവരിയിൽ രേഖപ്പെടുത്തിയത് 11 മീറ്ററിലാണ് വെള്ളം. 2025 ജനുവരിയിൽ 10.18 മീറ്ററിൽ വെള്ളം കിട്ടി. എന്ന് പറഞ്ഞാൽ ഭൂഗർഭ ജലവിധാനത്തിൽ 3 കൊല്ലം കൊണ്ട് 82 സെൻറ്റിമീറ്ററിൻ്റെ വർധനവുണ്ടായി എന്നാണ്. അതൊരു വലിയ മാറ്റമാണ്. പിന്നെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം അത് സംബന്ധിച്ചൊരു നല്ല വാർത്ത കൊടുത്തിട്ടുണ്ട്. അനേകം പേര് ആ വാർത്ത കാണുകയും വിളിക്കുകയും ഇത് സംസ്ഥാനാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിനുള്ള സാധ്യതകൾ ആരായുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ജില്ലാടിസ്ഥാനത്തിൽ എന്തായാലും നമ്മൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. 5-ാം തീയതി ജില്ലാടിസ്ഥാനത്തിൽ ഇതിലൊരു കോമ്പണൻറ്റ് മാത്രം, അതായത് സുസ്ഥിര തൃത്താലയുടെ വാട്ടർ കൺസർവേഷൻ, ജലസംരക്ഷണം എന്ന കോമ്പണൻറ്റ് ജില്ലാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിന് തുടക്കം കുറിക്കും. ജില്ലാ കളക്ടർ തന്നെ ഇത് മനസ്സിലാക്കി, സുസ്ഥിര തൃത്താലയെക്കുറിച്ച് മനസ്സിലാക്കി താല്പര്യം അറിയിക്കുകയാണ് ചെയ്തത്. 5-ാം തീയതി തുടക്കം കുറിക്കും. പാലക്കാട് ജില്ലയിലെ സുസ്ഥിര തൃത്താല ജില്ലയിൽ മുഴുവൻ വ്യാപിപ്പിക്കും. സംസ്ഥാനാടിസ്ഥാനത്തിലേക്കും വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സുസ്ഥിര തൃത്താല മോഡേൺ വികസന പദ്ധതി ജില്ലയിൽ ആകമാനം നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും പദ്ധതിക്ക് മറ്റൊരു പേര് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജൂൺ 5-ന് പാലക്കാട് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെയും തന്റെയും സാന്നിധ്യത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമെന്നും MB രാജേഷ് പറഞ്ഞു. ഓണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പച്ചക്കറി മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തൃത്താലയിൽ ഉടൻ ആരംഭിക്കും. ഓരോ വാർഡുകളിലെ കുടുംബശ്രീ പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കും. ജനകീയ കൃഷി, ജനകീയ വിളവെടുപ്പ് എന്ന ആശയത്തിൽ ജൂൺ 15-ന് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഓണത്തിന് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും പദ്ധതിയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന വിഷയത്തിൽ ആശങ്ക തുടരുകയാണെന്നും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മണ്ഡലത്തിൽ സോളാർ പദ്ധതികൾ കൂടുതൽ കാര്യമായി നടപ്പാക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചു.